ജൂൺ 10 വിശുദ്ധ ജത്തൂലിയൂസും കൂട്ടുകാരും രക്തസാക്ഷികൾ. AD 120 ഗാബിൽ എന്ന പ്രദേശത്ത് വെച്ച് രക്തസാക്ഷിത്വം. വിശുദ്ധ സിംഫ്രോസയുടെ ഭർത്താവാണ് ജത്തൂലിയൂസ്. ഈ ദമ്പതികളുടെ 7 ആൺമക്കളും ക്രിസ്തീയ വിശ്വാസത്തെ പ്രതി രക്തസാക്ഷികളായവരാണ്. റോമൻ ആർമിയിലെ ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു ജത്തൂലിയൂസ്. ക്രിസ്തുവിനെക്കുറിച്ചറിഞ്ഞ അദ്ദേഹം ക്രിസ്തുവിൻ്റെ പാത തിരഞ്ഞെടുക്കുകയും ജ്ഞാനസ്നാനത്തിന് ശേഷം തൻ്റെ ജോലിയിൽ നിന്ന് വിരമിച്ച് ഇറ്റലിയിലെ ടിവോളിയിലുള്ള എസ്റ്റേറ്റിൻ്റെ ജോലികളുമായി മുന്നോട്ട് പോയി. ജത്തൂലിയൂസ് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചുവെന്ന് ഉറപ്പുവരുത്തുവാനും സ്വീകരിച്ചുവെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യുവാനും വേണ്ടി സെറയാലിസ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ അവിടേക്ക് അയച്ചു. ജത്തൂലിയൂസ് സെറയാലിസിനെയും ജ്ഞാനസ്നാനത്തിലേക്ക് നയിച്ചു. തുടർന്ന് അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അമാൻസ്യൂസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനും പ്രിമിത്തിബസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനും അവിടേക്ക് എത്തുകയുണ്ടായി. അവരെയും ജത്തൂലിയൂസ് മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ക്രിസ്തീയ വിശ്വാസത്തിലൂടെ അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് എല്ലാവരെയും റോമൻ ഭരണാധികാരികൾ അറസ്റ്റ് ചെയ്യുകയും തീയിലിട്ട് ചുട്ടുകൊല്ലുവാൻ കൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ അഗ്നിക്ക് അവരെ സ്പർശിക്കുവാൻ സാധിച്ചില്ല. തുടർന്ന് മാരകമായിട്ട് അവരെ ഉപദ്രവിച്ച ശേഷം തലവെട്ടിക്കൊല്ലുകയാണ് ഉണ്ടായത്. വിശുദ്ധ സിംഫ്രോസയുടെ സഹോദരനാണ് അമാൻസ്യൂസ്. ആ കുടുംബം മാനസാന്തരപ്പെടുത്തിയവരാണ് മറ്റ് 2 ഉദ്യോഗസ്ഥർ. വചനം റോമ 8:26. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. വിചിന്തനം: ജീവിത പ്രതികൂലങ്ങളുടെ മുമ്പിൽ തളർന്നു പോകാതിരിക്കുക. ഒന്നും പ്രാർത്ഥിക്കാൻ സാധിക്കാത്തപ്പോഴും അല്പസമയം നിശബ്ദമായി ദൈവസന്നിധിയിലേക്ക് ഹൃദയത്തെ സമർപ്പിച്ചുകൊണ്ട് കാത്തിരിക്കുക. നമ്മുടെ ആത്മാവ് നെടുവീർപ്പുകളിലൂടെ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന നിമിഷമാണിത്. വിശുദ്ധ ഗ്രിഗറി നസിയാൻസിൻ്റെ വാക്കുകൾ കടമെടുത്താൽ ലൗകികാഭിവൃദ്ധിയോ ജീവിതക്ലേശങ്ങളോ വലിയ കാര്യമായി നാം കരുതേണ്ടതില്ല. പാപം മാത്രമാണ് യഥാർത്ഥ തിന്മയെന്നും ദൈവത്തോട് നമ്മളെ ഐക്യപ്പെടുത്തുന്ന സുഹൃതമല്ലാതെ വേറൊരു നന്മയില്ലെന്നും ചിന്തിച്ച് നമ്മുടെ ശ്രദ്ധ മുഴുവനും സ്വർഗത്തിലേക്ക് തിരിച്ചുവിടാം.